ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ബോഡി ലുക്കിൻ്റെ കാര്യമാണെങ്കിലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോസിൽ. നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിൻ്റെ കാര്യമാണ്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ടാറ്റ വാഹനങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, വാഹനപ്രേമികളെല്ലാം കാത്തിരുന്ന ഒരു വാഹനമാണ് ടാറ്റ CRA എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ടാറ്റ CRAയുടെ ഇപ്പം പഴയ CRAയുമായിട്ട് ഒരു രീതിയിലും കമ്പാരിസൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു വാഹനമാണ് ഈ ഒരു CRA. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ലുക്ക് വൈസിൽ ഒരു വ്യത്യാസം നമ്മളെ പഴയ CRAയ്ക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്ലാസിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ ഒരു CRAയുമായിട്ട് പ്രത്യേകിച്ച് ഒരു കുലബന്ധവും, അതായത് ടാറ്റയുടെ വാഹനം എന്നുള്ളതല്ല, പ്രത്യേകിച്ച് ഒരു കുലബന്ധവും ഇല്ല. ഒരു ബന്ധമുണ്ട്, അത് നമുക്ക് വഴിയെ പറഞ്ഞു തരാം. അതായത് ടാറ്റയുടെ സ്വന്തമായൊരു സാധനമാണ് ഇതിലും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു CRAയിലും ആദ്യമായിട്ട് വന്നത്. പക്ഷേ ഇത് രണ്ടാമത്തെയാണ് കേട്ടോ. അപ്പം ഈ ഒരു വാഹനത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോണത്. അതിനുമുമ്പ് ഈ ഒരു വണ്ടിയുടെ ഓണറിനെ പരിചയപ്പെടാം. എന്തുകൊണ്ട് CRA എടുത്തു? ഇപ്പോൾ ടാറ്റയുടെ വണ്ടികളെ കുറിച്ച് നെഗറ്റീവ് പോസിറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. തനൂഫേപ്പാ, അപ്പോൾ ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് തനൂഫ്. അപ്പം തനൂഫിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി കൊടുത്തിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. ഓക്കെ, തനൂഫ് ഈ ഒരു വണ്ടി കണ്ടിട്ടില്ലായിരുന്നു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ലായിരുന്നു. അതെ, അപ്പം വണ്ടി വില പൈസ കൊടുത്ത് എല്ലാ ഇടപാടെല്ലാം കഴിഞ്ഞ് വണ്ടി എടുക്കുന്നതിൻ്റെ അന്നാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. ശരി, അപ്പം ഈ ഒരു വണ്ടി എന്തുകൊണ്ടാണ് എടുത്തത്? അതായത് ഒരു CRA എന്ന് പറയുന്നൊരു വാഹനം എന്തുകൊണ്ടാണ് തനൂഫ് എടുക്കാനുള്ള കാരണം? മെയിനായിട്ട് ടാറ്റയിലുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ ഇത് തന്നെ, ടാറ്റയുടെ സേഫ്റ്റി. പിന്നെ ടാറ്റയിലോട്ട് ഞാൻ ടാറ്റ നോക്കുന്നത് പറഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞത് സർവീസിൻ്റെ ഒരു കാര്യമാണ്. സർവീസിനാണ് മെയിനായിട്ടൊരു എല്ലാവരും ബാഡായിട്ട് പറഞ്ഞത്. പക്ഷേ ലെക്സോൺ ടാറ്റ എന്ന് പറയുന്ന കൊല്ലത്തുണ്ട്, അപ്പോൾ അവിടെ സർവീസ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എടുത്തിരിക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. അപ്പം വണ്ടി ഡ്രൈവ് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ല കംഫർട്ട് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ മൈലേജിൻ്റെ കുറേ കംപ്ലയിൻറ്റ് പറഞ്ഞ കുറേ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മൈലേജിൻ്റെ കാര്യം എങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ വണ്ടി ഓടിച്ച് ഫസ്റ്റ് സർവീസ് വരെ എനിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. സർവീസ് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചും കൂടെ മാറിയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേന് എനിക്ക് മോശമായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കളർ വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് മാത്രമേ ഉള്ളൂ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലൊരിത്. പിന്നെ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അകത്ത് സീറ്റ് ഫുള്ള്, ഡ്രൈവിംഗ് സീറ്റ് ഫുള്ള് ബാക്കിലോട്ടാക്കിയാൽ പോലും ബാക്കിൽ ഇരിക്കുന്ന പാസഞ്ചറിന് നല്ല കപ്പാസിറ്റി വരുന്നുണ്ട്, സീറ്റ് സ്പേസ് വരുന്നുണ്ട് സീറ്റിനകത്ത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ബോഡി ലുക്കിൻ്റെ കാര്യമാണെങ്കിലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോസിൽ. നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിൻ്റെ കാര്യമാണ്. അപ്പം എഞ്ചിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ ആദ്യമേ പോണത്. അപ്പോൾ ഈ ഒരു വലിയ ബോണറ്റ് തുറക്കാനായിട്ട് ഇതിൽ വേറൊരു പ്രത്യേകതയുണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ബോണറ്റ് തുറക്കുന്ന ആ ഒരു ലിവർ ഒന്ന് പിടിച്ചു, രണ്ട് പിടിച്ചു, 2 പ്രാവശ്യം പിടിച്ചാൽ മാത്രമേ ഈ ഒരു ബോണറ്റ് തുറന്നു വരുള്ളൂ. അതിന് കാരണം എന്താണെന്ന് കൂടെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ സേഫ്റ്റി ലോക്കോ കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് പൊക്കിയാൽ മതി. ഉണ്ടാവും, എൻ്റെ അമ്മോ, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോണറ്റാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. 2 ലോക്കാണ് ഈ ഒരു ബോണറ്റിന് വരുന്നത്. നല്ല വലിയ ഒരു ബോണറ്റാണ്. അത് കണക്ക് വലിയ വിശാലമായ മുട്ടനൊരു എൻജിൻ ക്യാബിനാണ്. അപ്പോൾ വലിയ എൻജിൻ ക്യാബിനാണെങ്കിലും ഇതിനകത്തിരിക്കുന്നത് ഒരു കുഞ്ഞ് എൻജിനാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു കുഞ്ഞ് എൻജിനും അതിൻ്റെ അനുബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എന്നാലും ഒരുപാട് സ്ഥലങ്ങൾ ബാക്കി നിൽക്കുന്ന പോലെയാണ്. അത് കുത്തി നിരക്കി വെച്ചേക്കുന്ന കണക്കല്ല ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സൈഡും മറ്റൊക്കെ വരുന്നത്. അതായത് എന്തെങ്കിലും റിപ്പയറിങ്ങോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മെക്കാനിക്ക് കിടന്ന് ഇട്ട വരയ്ക്കത്തില്ല എന്നുള്ളതാണ് ഈ ഒരു എൻജിൻ്റെ ക്യാബിൻ്റെ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിന് കമ്പനി വിളിക്കുന്നത് ക്രയോജെറ്റ് എഞ്ചിൻ എന്നാണ്. ക്രയോജെറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടാറ്റയുടെ സ്വന്തം എഞ്ചിനാണ്. നമ്മളെ കർവിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സെയിം എഞ്ചിനാണ്.
ഇതിൽ കൊടുത്തേക്കെന്ന് വെച്ചാൽ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 116 BHPയും 280 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് തുറക്കാനായിട്ട് നമുക്ക് സേഫ്റ്റി ലോക്ക് മറ്റേ വിരലിട്ട് പിടിക്കുന്ന സംവിധാനമൊന്നുമില്ല. അതിന് പകരം ആ ഒരു ലിവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലിവർ കണ്ടോ, ഇതിൽ 2 പ്രാവശ്യം ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ ബോണറ്റ് തുറന്നു വരുള്ളൂ. അതായത് ഈ ഒരു ബോണറ്റിൽ 2 ലോക്കുകളാണ് വരുന്നത്. ഒരു ലോക്ക് ഇതാ ഈ ഒരു വണ്ടിയുടെ റൈറ്റ് സൈഡിലും മറ്റൊരു ലോക്ക് ഈ ഒരു വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലും. വളരെ വലിയ ഒരു ബോണറ്റാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഈ ഒരു എൻജിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 അതായത് 1500 ക്യൂബിക് കപ്പാസിറ്റി വരുന്നത്, കൃത്യമായി പറയുകയാണെങ്കിൽ 1497 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് ഡീസൽ എഞ്ചിനാണ്. അതുപോലെ തന്നെ CRD എഞ്ചിനാണ്, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്ന ഒരു എഞ്ചിനാണ്. ഡെൽഫിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈ പ്രഷർ പമ്പും കോമൺ റെയിലും ഇഞ്ചക്ടറും ഒക്കെ നൽകിയേക്കുന്നത്. ഡെൽഫി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാര്യം വെച്ചാൽ ഡീസൽ തീരുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും റഫായിട്ട് യൂസ് ചെയ്യുകയോ ചെയ്താൽ ഈ ഒരു ഡെൽഫിയുടെ ഇഞ്ചക്ടേഴ്സ് ലോക്കാവുന്നൊരു സീനുണ്ട്. അത് ഇത്തിരി ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി, വേറെ സീനുകളൊന്നുമില്ല. ക്രയോജെറ്റ് എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ റിവർട്രോക്ക് എഞ്ചിനേക്കാൾ കുറച്ചും കൂടെ ശബ്ദം കുറവും അതുപോലെ തന്നെ മൈലേജും പവറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ടർബോ വലിയൊരു ഭാഗമാണ്. ഇലക്ട്രോണിക് കൺട്രോൾഡ് വേരിയബിൾ ജോമെട്രിക് ടർബോ ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഒരു 1500 RPM മുതലൊക്കെ തന്നെ ഈ ഒരു വണ്ടി അങ്ങനെ പവർ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അതായത് ടർബോയുടെ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ ചെറിയ RPMലും വളരെ സുഖകരമായ രീതിയിൽ ഓട്ടിക്കാം എന്നുള്ളതാണ് ഈ ഒരു എഞ്ചിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഈ ഒരു ഡീസൽ എഞ്ചിന് തീർച്ചയായിട്ടും ശബ്ദം കുറവാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, നിങ്ങളൊരു CR എടുക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ എൻ്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായത് നിങ്ങൾ ഫാമിലി യൂസിനും മറ്റുമൊക്കെ ആയിട്ട് ഒരു വണ്ടി അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡീസൽ എഞ്ചിനിലോട്ട് നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ്റെ അത്ര അങ്ങോട്ട് സെറ്റല്ല എന്നുള്ളതാണ്. ഈ ഒരു വണ്ടിക്ക് മൈലേജ് ലഭിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ഏകദേശം 18, 19, 20 വരെയൊക്കെ മൈലേജ് ലഭിക്കും. ഓട്ടോമാറ്റിക്കിന് മൈലേജ് അത്ര കിട്ടാൻ സാധ്യതയില്ല, 19 വരെ കിട്ടുള്ളൂ. അതേസമയം നിങ്ങൾ ഷട്ടിൽ അതായത് ചെറിയ ഓട്ടം സിറ്റി ഡ്രൈവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 15, 16 വരെയൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഏകദേശം ഒരു 15 ഉറപ്പായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. ഈ ഒരു എഞ്ചിൻ BS6 എഞ്ചിനാണ്. BS6 ഫേസ് 2 വരുന്ന ഒരു എഞ്ചിനാണ്. അതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളിത് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. അതോടങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രോണിക് കൺട്രോൾഡ് ടർബോ ആണെന്നുള്ള കാര്യം. ആ ഒരു ടർബോയുടെ കാര്യത്തിൽ വരുന്നത് ഇതാണ് ആ ഒരു ഇലക്ട്രോണിക് കൺട്രോൾഡ് VGT ടർബോ ആണ്, വേരിയബിൾ ജോമെട്രിക് ടർബോ ആണ്. ഈ ഒരു ഇലക്ട്രോണിക് കൺട്രോൾഡ് യൂണിറ്റ് ആണ് ഇതിൻ്റെ പവറിനനുസരിച്ച് അല്ലെങ്കിൽ എത്ര പവർ വേണം എന്നതിനനുസരിച്ച് VGT കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ഡെൽഫി TVS എന്നും പറഞ്ഞ് എഴുതിയിട്ട് ഒരു ലിഫ്റ്റ് പമ്പ്, ഈ ലിഫ്റ്റ് പമ്പ് ലൂസ് ചെയ്ത് നമ്മൾ പമ്പ് ചെയ്താണ്. ഇപ്പം ഡീസൽ ഫിൽറ്ററൊക്കെ മാറുകയാണെങ്കിൽ ദാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡീസൽ ഫിൽറ്റർ വരുന്നത്. ഡീസൽ ഫിൽറ്റർ മാറുകയാണെങ്കിൽ നമ്മൾ എയർ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ പഴയ ഒരു ഡൈക്കോർ എഞ്ചിനിലാണെങ്കിലും റിവർട്രോക്ക് എഞ്ചിനിലാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. റിവർട്രോക്ക് ഡൈക്കോർ എഞ്ചിൻ്റെയൊക്കെ ഒരു മറ്റൊരു പരമ്പരയായിട്ട് വരുന്നതാണ് ക്രയോജെറ്റ് എഞ്ചിൻ. ഒരു ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മളെ വണ്ടിയുടെ എയർ ഫിൽറ്ററാണ്, എയർ ഫിൽറ്റർ കേസാണ്. എയർ ഫിൽറ്റർ കേസിൽ നിന്ന് നേരെ ഡസ്റ്റ് ഹോസ് വരുന്നു. ഡസ്റ്റ് ഹോസിൽ നിന്ന് നേരെ MAF സെൻസർ, മാസ് എയർ ഫ്ലോ സെൻസർ, അവിടെ നിന്ന് നേരെ നമ്മളെ ടർബോയിലോട്ടാണ് ഈ ഒരു ലൈൻ പോകുന്നത്. ടർബോയിൽ നിന്ന് ബൂസ്റ്റ് ചെയ്ത ലൈൻ നേരെ വന്നിട്ട് ഈ ഒരു വണ്ടിയുടെ ഇൻ്റർകൂളറിലോട്ടാണ് പോകുന്നത്. ഈ വണ്ടിയുടെ ഇൻ്റർകൂളർ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റർകൂളർ വരുന്നത്. ഈ ഒരു ഭാഗത്തോട്ടാണ് ഇതിൻ്റെ ആ ഒരു കംപ്രസ് ചെയ്ത എയർ നേരെ വരുന്നത്. അവിടെ വന്നിട്ട് നേരെ വന്നിട്ട് നമ്മളെ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് വരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ MAP സെൻസർ ഇതാണ്, അതായത് മാനിഫോൾഡ് ആബ്സൊല്യൂട്ട് പ്രഷർ സെൻസർ. ഇതിൻ്റെ EGR യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു വണ്ടി റിവർട്രോക്ക് എഞ്ചിനേക്കാൾ കുറച്ചും കൂടെ ഈ ഒരു എഞ്ചിൻ സൈലൻ്റ് ആണ്. അതായത് ക്രയോജെറ്റ് എഞ്ചിൻ കുറച്ചും കൂടെ സൈലൻ്റ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തോ. ഇതിലോട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ AC ഓഫ് ചെയ്തോ. ഇതിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടോ, എഞ്ചിൻ സൈഡ് വിറയിലൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ ഈ ഒരു വിറയിൽ ഒരു തുള്ളി പോലും നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ബോഡിയിലോട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ എൻജിൻ മൗണ്ടിങ്ങുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തും അത് കണക്കിന് താഴെ ഈ ഒരു ഭാഗത്തും ഈ ഒരു ബാറ്ററിയുടെ അടിഭാഗത്തുമായിട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന ബ്രേക്കിംഗ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ABS ബ്രേക്കിംഗ് സംവിധാനമാണ്. അതിൻ്റെ യൂണിറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് മൊഡ്യൂള് മോട്ടോർ കൺട്രോൾ യൂണിറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറും അതുപോലെ ആ കാണുന്ന ചട്ടി പോലത്തെ ഭാഗം കണ്ടോ എല്ലാ വണ്ടിക്കും വരുന്ന കണക്കുള്ള വാക്വം ബൂസ്റ്ററുമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റേഡിയേറ്റർ എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ കഴിയും എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും നമ്മൾ ടാറ്റയുടെ ഒരു ടിപ്പിക്കൽ ഫാൻ വരുന്ന, അതായത് 2 ഫാനോട് കൂടി വരുന്ന ഒരു വലിയ ഫാനും ഒരു ചെറിയ ഫാനും, ലോ സ്പീഡ് ഫാനും ഒരു ഹൈ സ്പീഡ് ഫാനും വരുന്ന ആ ഒരു ടിപ്പിക്കൽ സെറ്റപ്പിൽ, ഒരു സെയിം അല്ല പക്ഷേ ആ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ റേഡിയേറ്ററും അത് കണക്കിന് കൂളിംഗ് ഫാനും ഒക്കെ വരുന്നത്. പെട്രോൾ എഞ്ചിൻ ഇത്രയും അടിപൊളിയാണോ എന്നുള്ളത് സംശയമുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ
ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കാം. ടാറ്റയുടെ വണ്ടികളുടെ ആ ഒരു സ്ട്രോങ്, അതായത് ബോഡി എത്രത്തോളം പക്കാണെന്നുള്ളത് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ ഒരു വണ്ടിയുടെ ഡോറിൻ്റെ ലോക്ക് തുറക്കുന്നത്, അതായത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചെടുക്കണം കേട്ടോ. അതാ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചെടുക്കണം. എന്നിട്ട് വലിക്കാൻ നേരത്ത് ഡോറ് തുറക്കും. ഒരു ഏകദേശം ഒരു 90 ഡിഗ്രി എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ഡോറ് തുറക്കും. ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് വലിയ ഒരു എൻട്രൻസ് ആണ് വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ചുമ്മാ അങ്ങോട്ട് തിരിഞ്ഞ് കയറിയാൽ മതി. കണ്ടാ ഇത്രത്തോളം വളരെ എളുപ്പമാണ് ഈ ഒരു വാഹനത്തിൽ കയറി ഇറങ്ങുന്ന ഒരു കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ. ഇൻറ്റീരിയറൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയറാണ്. ടോപ്പ് എൻഡ് വാഹനമല്ല, അതുകൊണ്ട് തന്നെ ചെറിയ സ്ക്രീനാണ് കമ്പനി വാഹനത്തിൽ നൽകിയേക്കുന്നത്. അത്യാവശ്യം ഡ്രൈവർ സൈഡിലോട്ട് വരുമ്പം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. നമ്മൾ ജോയ്സ്റ്റിക്ക് പോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു ഗിയർ ലിവറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാ സിമ്പിളാണ്, കയറി ഇറങ്ങാനായിട്ട് സിമ്പിളാണ്. ഞാൻ ഒരു വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റ് എൻ്റെ ഒരു പൊസിഷനിലോട്ടാണ് ഇട്ടേക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂമും നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ബാക്ക് ഡോറിലോട്ട് വരുമ്പോഴത്തേക്ക് ബാക്ക് ഡോറും വലിയൊരു ഡോറാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്, അതായത് എൻട്രൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഈ ഒരു വാഹനത്തിലോട്ട് കയറി ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ പ്രായമുള്ളവർക്കാണെങ്കിലും അടിപൊളിയായിട്ട് കയറി ഇറങ്ങാൻ പറ്റും. ഈ ഒരു ഹൈറ്റിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ഡ്രൈവർ സീറ്റ് നല്ല രീതിയിൽ പുറകോട്ടിട്ടേക്കാണ്. ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലിരിക്കുന്ന, ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒരാളാണ്. എൻ്റെ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഹെഡ് റൂമും അത്യാവശ്യം മാന്യമായൊരു ലെഗ് റൂമും ലഭിക്കുന്നുണ്ട്. ഡ്രൈവർ ഇത്തിരി പൊക്കം കുറവുള്ള ഒരാളാണെങ്കിൽ ഈ സീറ്റ് ഇനിയും മുമ്പോട്ട് പോകും, നല്ല രീതിയിലുള്ള ലെഗ് റൂം ലഭിക്കും. ഇനിയിപ്പം സെൻട്രലിലോട്ട് വരികയാണെങ്കിൽ, സെൻട്രലിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നല്ല രീതിയിൽ ഒരാൾക്ക് ഇരിക്കാൻ കഴിയും. പിന്നെ കണക്ക് പൊക്കമുള്ള ഒരാളാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ സെൻട്രൽ ടണലോ കാര്യങ്ങളോ ഒന്നും ഹൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല. വളരെ ചെറിയ ഇത്ര പൊക്കത്തിൽ ഒരു കുഞ്ഞ് സെൻട്രൽ ടണൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സെൻട്രലിൽ ഇരിക്കുന്നവർക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരത്തില്ല. അതേസമയം ഈ ഒരു കോ ഡ്രൈവർ സീറ്റ് ഞാൻ നല്ല രീതിയിൽ ബാക്കി വെച്ചേക്കാണ്. കോ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലിരിക്കുന്ന, ഇപ്പോൾ എന്നെ കണക്ക് ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലെഗ് റൂമും ലഭിക്കുന്നുണ്ട്. അപ്പം പിൻഭാഗത്തിരുന്നുള്ള യാത്ര വളരെയധികം സുഖകരമാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡോറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഡോറിൻ്റെ ഗ്ലാസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, പിൻഭാഗത്തോട്ട് വരുമ്പം ഇത്തിരി ചെറിയ ഡോർ ഗ്ലാസുകളാണ് എന്നുള്ളത് ചെറിയൊരു അരോചകമാണ്. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഡിക്കിയുടെ ഭാഗത്തോട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു ദൂരയാത്ര പോവുകയാണ്, 5 പേരടങ്ങുന്നൊരു കുടുംബമാണ്. എത്രത്തോളം സാധനങ്ങൾ വെക്കാൻ കഴിയും എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഡിക്കിയുടെ ഉൾഭാഗം നോക്കിയാൽ വലിയ ഒരു ഡിക്കിയാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നുണ്ടോ. വലിയ ഒരു ഡിക്കിയാണ്. ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ 5 പേരടങ്ങുന്ന കുടുംബത്തിന് അത്യാവശ്യമുള്ള സാധനങ്ങൾ മൊത്തവും വെക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഡിക്കി സ്പേസാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. വണ്ടി പാർക്കിട്ടേക്കാണ്. ഇപ്പം രാത്രി സമയത്തും മറ്റുമൊക്കെ വണ്ടി ഒതുക്കി ഡിക്കി തുറന്നതിൽ സാധനം എടുക്കുന്നൊരു സാഹചര്യത്തിൽ, ഡിക്കി തുറന്നിട്ടേക്കുന്നൊരു സാഹചര്യത്തിൽ ഡിക്കി തുറന്നിട്ടേക്കാൻ നേരത്ത് ഇവിടെ 2 പാർക്ക് ലൈറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. 2 റെഡ് പാർക്ക് ലൈറ്റുകൾ വരുന്നുണ്ട്. സത്യത്തിൽ വളരെ 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 ചെറിയൊരു കാര്യമാണെങ്കിലും ഭയങ്കരമായ പ്രയോജനം വരുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ ടയറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 225, 55, 19 ഈ ഒരു ടയർ സൈസ്. 19 ഈ ഒരു അലോയ് വീലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ. ഇത് അലോയ് വീലായിട്ട് തന്നെ വരുന്നതാണ്. അതായത് ഈ ഒരു പീസ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇളക്കി മാറ്റാം. ഈ ഒരു ലുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നതാണ്. സാധാരണ ഇത്തരത്തിൽ വാഹനത്തിൽ ഒരു സ്റ്റീൽ ഡ്രം വന്നിട്ട് ഇതിൻ്റെ വീൽ കപ്പ് വരാറുണ്ട്. അങ്ങനത്തെ അല്ല. ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരു സിംഗിൾ വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. സാധാ നമ്മളെ വാഹനങ്ങളൊക്കെ വരുന്ന കണക്ക് തന്നെ ഒരു ലോവർ ആം, ടയർ ഹോഡൻറ്റ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, സ്റ്റിയറിംഗ് ബോക്സ്, സ്റ്റെബിലൈസർ ലിങ്ക്, കട്ട് ബുഷ്, സ്റ്റെബിലൈസർ ബാർ, ഷോക്ക് അബ്സോർബർ, സ്ട്രട്ട് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ വരുന്നത്. ഈ രീതിയിലൊരു ടിപ്പിക്കൽ സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് മുൻഭാഗത്തായിട്ട് കമ്പനി നൽകിയേക്കുന്നത്. ഷോക്കിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് കനം കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മുൻഭാഗത്ത് വരുന്നത് ഡിസ്ക് ബ്രേക്കാണ്, അതായത് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് മുൻഭാഗത്ത് വരുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിംഗ് സംവിധാനം വരുന്നത് ഡിസ്ക് ബ്രേക്കാണ്, പക്ഷേ വെന്റിലേറ്റർ ടൈപ്പ് അല്ല ബാക്കിൽ വരുന്ന ഡിസ്ക് ബ്രേക്ക് വരുന്നത്. ഈ ഒരു വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, അതായത് ഈ ഒരു വാഹനത്തിൻ്റെ മുൻവീലുകളാണ് ഈ ഒരു വാഹനത്തിന് മുൻപോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിൻഭാഗത്ത് സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ട്വിസ്റ്റ് ബീമാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ വണ്ടിക്കും വരുന്ന പോലെ തന്നെ ഉള്ളൊരു സാധാ ടിപ്പിക്കൽ ട്വിസ്റ്റ് ബീമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അതുപോലെ തന്നെ ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിലെ സസ്പെൻഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു.
ഇതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എ സി വരുന്നുണ്ട്, അതായത് കോ ഡ്രൈവറിനും സെപ്പറേറ്റ് എ സിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ജോയ്സ്റ്റിക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗിയർ ലിവറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്തു, ഡി പൊസിഷനിലോട്ട് ജസ്റ്റ് പിടിച്ചിട്ടു കണ്ടോ. ഇനിയിപ്പം വണ്ടി നൈസിന് മുമ്പോട്ട് പോകും. ഒരു ഇലക്ട്രിക്കൽ പാർക്കിംഗ് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത്. ഈ ഒരു വണ്ടിയിൽ ടിപ്പിക്കലായിട്ട് വാഹനം ഓടിക്കുന്നവർക്ക് ഒരു പ്രശ്നം വരും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പം വണ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കാൻ നേരത്ത് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഈ ബാക്കിലത്തെ ഗ്ലാസ്സിൽ കൂടെ നോക്കാൻ നേരിച്ച് നടക്കത്തില്ല. കാര്യം വെച്ചാൽ ബാക്കിലത്തെ ഗ്ലാസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ രീതിയിൽ എന്തായാലും നോക്കൽ നടക്കില്ല, കൃത്യമായൊരു വ്യൂ കിട്ടത്തില്ല. ഫ്രണ്ട് മുൻഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു വിൻഡ് സ്ക്രീനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഒരു സിയാറ എന്നുള്ളൊരു പേരിൽ ആ ഒരു പഴമയോ ഒന്നും തന്നെ ഇല്ല. ആ സിയാറ എന്നുള്ള ആ ഒരു പഴയ വാഹനവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത രീതിയിൽ ടാറ്റയുടെ വാഹനം അതങ്ങനെ സ്വന്തം എഞ്ചിൻ, ഈ രണ്ട് ബന്ധമല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു ബന്ധവും ഈ ഒരു വാഹനത്തിന് ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡീസൽ വാഹനങ്ങളായിരിക്കും ഒരു റിലയബിലിറ്റി, അതായത് ടാറ്റയുടെ പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിലയബിലിറ്റി കിട്ടുന്നത് ഡീസൽ വാഹനങ്ങൾക്കായിരിക്കും. കാര്യം വെച്ചാൽ ഈ ഒരു എഞ്ചിൻ റിഫൈൻ ചെയ്ത് വന്ന ഒരു എഞ്ചിനാണ്. അയ്യേ ടാറ്റയുടെ വണ്ടി എന്നൊന്നും ആരും ഇനി പറയാൻ നിൽക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഇവനൊക്കെ ആയിരിക്കും ഇനിയിപ്പം അങ്ങോട്ട് വരെ റോഡ് ഭരിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.